അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ജോബ് അന്വേഷിച്ച് അങ്ങോട്ട് പോവുകയാണ് പതിവ് അല്ലേ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്ന വെബ്സൈറ്റ് നമുക്ക് ജോലി ഇങ്ങോട്ട് കൊണ്ടുതരും എന്ന് വെച്ചാൽ ഈ ഒരു സൈറ്റിൽ തൗസൻഡ്സ് ഓഫ് കമ്പനീസുകളാണ് ഉള്ളത്. ആ കമ്പനീസുകാർ നമ്മുടെ പ്രൊഫൈൽ കണ്ടിട്ട് നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ജോലി തരും. അതെ, അങ്ങനത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ സൈറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് സൈറ്റിൽ വർക്ക് ചെയ്യേണ്ടത്, സൈനപ്പ് എങ്ങനെയാണ്, ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവരെല്ലാം എന്ത് ചെയ്യുക, വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിനുശേഷം നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് ഇങ്ങോട്ട് എന്ത് വരും, ജോബ് വരും. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഹംബ് സ്റ്റാഫ് ടാലൻ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ സൈറ്റിൽ നമ്മൾ ഫുള്ളി റിമോട്ട് ജോബ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇത് ഫ്രീ വേ ടു ഫൈൻഡ് ദ വേൾഡസ്റ്റ് ബെസ്റ്റ് റിമോട്ട് ടാലൻറ്റ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എന്താണ് ലോകത്തിൻ്റെ എവിടെയുള്ള റിമോട്ട് ജോബുകൾ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഇതെന്ന് പറയുന്നത്. ഹംബ് Staff Talent is a 100% free resources for companies looking to find remote talent across the globe. No fees, no markups, no middleman. കണ്ടോ? അപ്പോൾ അവർ പറയുന്നത് നമുക്ക് 100% ഫ്രീ ആയിട്ട് എന്താണ് ഓരോ കമ്പനികളുണ്ടല്ലോ, ആ കമ്പനിയിലുള്ള റിമോട്ട് ജോബുകൾ കണ്ടെത്താനായിട്ട് ഈ ഒരു സൈറ്റ് ഹെൽപ്പ് ചെയ്യും. അതിന് പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേക ഏജൻസികളോ നടുക്ക് എന്താണ് ബ്രോക്കേഴ്സോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈറ്റാണ് നമ്മുടെ ഹംബ് സ്റ്റാഫ് ടാലൻ്റ് എന്ന് പറയുന്നത്. താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി, നമുക്കിവിടെ എന്തൊക്കെ ജോബുകൾ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ്, ജാവ സ്ക്രിപ്റ്റ്, ഡേറ്റ സ്ക്രാപ്പിംഗ്, CSS, HTML അങ്ങനത്തെ. അപ്പം നമ്മൾ സാധാ ടൈപ്പിലുള്ള ജോബാണ് നോക്കുന്നെങ്കിൽ റൈറ്റിംഗ് ആൻഡ് കണ്ടൻസ് ഉണ്ട്, കോപ്പി റൈറ്റിംഗ്, കോണ്ടാക്ട് റൈറ്റിംഗ്, എഡിറ്റിംഗ്, പ്രൂഫ് റീഡിങ്, കണ്ടന്റ് റൈറ്റിംഗ്, ക്രിയേഷൻ, അങ്ങനെ ഒരുപാട് റൈറ്റിംഗ് ഉണ്ട്. അതല്ലാതെ ഡേറ്റ എൻട്രി ഉണ്ട്, കസ്റ്റമർ സർവീസ് ഉണ്ട്, മൈക്രോ ഓഫീസ്, എക്സൽ, പിന്നെ വെർച്വൽ അസിസ്റ്റൻ്റ്, അങ്ങനെ ഒരുപാട് വേക്കൻസികളുണ്ട്. അതെല്ലാം നിങ്ങൾ എന്താണ് ഡിഗ്രിയൊക്കെ പഠിച്ചവർക്ക് അക്കൗണ്ടിങ് ഉണ്ട്, പ്രോജക്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ഡേറ്റ പ്രോസസ്സിങ്, അങ്ങനെ ഒരുപാട് ജോബുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ് നമ്മുടെ ഹംബ് സ്റ്റാഫ് ടാലൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാമെന്നതിനെ പറ്റി നോക്കാം. അതിന് മുന്നേ ഇവിടെ അവർ ഒരുപാട് പ്രൊഫൈൽ ഉണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരുടെ പ്രൊഫൈലാണ്. നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. ഇത് കണ്ടോ, ഈ ഒരു ആളുടെ $20 ഹവറിൽ അവർ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിൽ അവർക്ക് വർക്ക് ചെയ്യുന്നതിന് $22 പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിരിക്കുന്നുണ്ട്, ഐ ആം എ ഫ്രീലാൻസ് റൈറ്റർ സ്പെഷ്യലൈസ് ഇൻ കണ്ടന്റ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, SEO റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ്. കണ്ടോ, ഇതേപോലെ വേണം നമ്മുടെ പ്രൊഫൈൽ വരാനായിട്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഇതെടുത്ത് കാണിച്ചത്. ഇത് കണ്ടോ, $15, പിന്നെ ഒരാൾ $10 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് ഇത് രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിന് 3 ഡോട്ട് ലൈൻ കിടക്കുന്നുണ്ടോ, അവിടെ ഈ ഹൗസ് ഇറ്റ് വർക്ക് നടക്കുന്നുണ്ടോ, ഈ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഫ്രീലാൻസർ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അവിടെ നോക്കിയാൽ അവർ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. Humble Staff has thousands of remote startups, software companies, agencies and e-commerce business that are looking for talent just like you. Sign up for a profile so they can contact you directly for work they need done. കണ്ടോ, അവർ പറഞ്ഞിരിക്കുന്നത് 1000 ആയിരക്കണക്കിന് റിമോട്ട് ജോബുകൾ ഓരോ കമ്പനികളും ഏജൻസികളും ബിസിനസ് മാനേജ്മെൻറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക്
കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഹംബ് സ്റ്റാഫ് ടാലൻ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റിലെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീലാൻസറിന് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ പ്രൊഫൈലിനകത്ത് നമ്മുടെ സ്കിൽ ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ ജോബ് ചെയ്യാനാണ് താല്പര്യമുള്ളത് ആ ജോബിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. അത് കണ്ടു കഴിയുമ്പോൾ കമ്പനി നമ്മൾ എന്ത് ചെയ്യും, ഫൈൻഡ് യുവർ പ്രൊഫൈൽ, നിങ്ങളുടെ പ്രൊഫൈൽ കമ്പനീസ് കണ്ടെത്തുക. അതിനുശേഷം ഗെറ്റ് കോൺടാക്ട് ഡയറക്ട്ലി ബൈ ദിസ് കമ്പനി. അപ്പോൾ ആ കമ്പനിയായിട്ട് ഡയറക്റ്റ്ലി അവർ കോൺടാക്ട് ചെയ്യും. വർക്ക് വിത്ത് എ കമ്പനി ആൻഡ് ഗെറ്റ് പെയ്ഡ് ഡയറക്റ്റ്ലി. എന്നിട്ട് ആ വർക്ക് അവർ തരുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ ഇതിൽ ജോബ് കിട്ടാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് നേരത്തെ കാണിച്ചത്. പ്രൊഫൈൽ ഓരോരുത്തർ ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരുടെ പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ പ്രൊഫൈൽ നിങ്ങൾ നോക്കിയിട്ട് അതിന് മാച്ച് ആവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. എമൗണ്ട് കൊടുക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ എമൗണ്ടുമായിട്ട് കമ്പാരിസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വർക്ക് കിട്ടണം. ആ കമ്പനി നമ്മുടെ പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്കിനും ഇത് കൊള്ളാലോ, ഇവർക്ക് കൊടുക്കാൻ വർക്ക്, ഇവരെ കോൺടാക്റ്റ് ചെയ്യാം എന്ന് തോന്നത്തക്ക രീതിയിൽ വേണം നമ്മളെപ്പോഴും പ്രൊഫൈൽ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് എവിടെയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത്, ജസ്റ്റ് സ്റ്റാർട്ട് എ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മൾ ഫുൾ നെയിം, ഇമെയിൽ ID, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, പിന്നെ ഐ അഗ്രി എന്നുള്ളിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൽ ID വെരിഫിക്കേഷൻ വരും. അതുവഴി നമ്മൾ എന്ത് ചെയ്യുക, മെയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മുടെ പേരും ഫോട്ടോസും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ, CV അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മൾ വർക്ക് ചെയ്യുന്ന ലാംഗ്വേജസ് ഏതാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് കൊടുക്കണം. എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത് പ്രൊഫൈൽ ഫില്ല് ചെയ്യണം. പ്രൊഫൈൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ സ്റ്റെപ്പില്ല. നമ്മുടെ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ കമ്പനി നമ്മളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്കാരെങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽ കാണുക എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് പോവുക. ബാക്കിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണത്തില്ലേ, അവിടെ ജസ്റ്റ് സെർച്ച് ടൈപ്പ് കൊടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഞാൻ ഒരു റൈറ്റിംഗ് ജോബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, സെർച്ച് ബട്ടൺ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോഴത്തേനും ഇവിടെ കണ്ടോ ഒരുപാട് റൈറ്റിംഗ് ജോബുകൾ എഴുതുന്ന ആൾക്കാരുണ്ട് കണ്ടോ. അപ്പം ജസ്റ്റ് ഞാൻ എക്സാമ്പിളായിട്ട് ഈ ഒരു ഒരെണ്ണം ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ജോബിൽ എന്ന് പറയുന്ന ആളാണ്. ആ ഒരു ലേഡി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 1 മണിക്കൂർ വർക്ക് ചെയ്യാൻ അവർ കൊടുത്തിരിക്കുന്നത് $5. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്നുണ്ട് ഐ ആം എ സോഷ്യൽ മീഡിയ മാനേജർ, ഐ ആം ഓൾസോ ഫോട്ടോ എഡിറ്റർ, റൈറ്റർ, ഫോട്ടോഗ്രാഫർ. കണ്ടോ, ഇങ്ങനെയാണ് അവരുടെ പ്രൊഫൈൽ വന്നിരിക്കുന്നത്. അവൈലബിലിറ്റി പാർട്ട് ടൈം വർക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏജ് കൊടുത്തിട്ടുണ്ട്, ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്, അതുകൂടാതെ CV കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ ഫില്ല് ചെയ്യുമ്പോഴത്തേനും ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ കൊടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ കുറേ പേരുടെ പ്രൊഫൈൽ വായിച്ച് നോക്കിയിട്ട് അതുമായിട്ട് മാച്ചാകുന്ന രീതിയിൽ അതിനെക്കാട്ടിലും ബെറ്റർ ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ബെറ്റർ ആക്കിയിട്ട് പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യുക. സ്കില്ല് കൊടുത്തിരിക്കുന്നുണ്ടോ, സ്കില്ലെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ വർക്കുകൾ ചെയ്യാൻ പറ്റും അതെല്ലാം കൊടുക്കുക, ലാംഗ്വേജസ് കൊടുക്കുക. ഇതാണ് ഒരാളുടെ പ്രൊഫൈൽ. ഈ ഒരു പ്രൊഫൈലായിരിക്കും നമ്മുടെ കമ്പനിക്കാർ കാണുക. അപ്പം കമ്പനി ഇപ്പം ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഒരു കമ്പനി അവർക്ക് റൈറ്റിംഗ് ജോബ് ചെയ്യുന്ന ഒരാളെ വേണം. അപ്പോൾ അവർ ഈ ഒരു സൈറ്റിൽ വന്നിട്ട് സെർച്ച് എന്ന ഓപ്ഷനിൽ വന്നിട്ട് ഞാൻ കാണിച്ചു തന്നില്ല നേരത്തെ, അതേപോലെ റൈറ്റിംഗ് ജോബ് എന്ന് ടൈപ്പ് ചെയ്യും. അപ്പോൾ വരുന്ന ഓപ്ഷനിനകത്ത് ആരൊക്കെയാണോ ഉള്ളത്, അപ്പോൾ നമ്മുടെ പേര് വരാനായിട്ട് എന്തൊക്കെയാണ് അവർ കമ്പനിക്കാർ എന്തൊക്കെ നോക്കും, ഏറ്റവും കുറഞ്ഞ എമൗണ്ട് കൊടുത്തിരിക്കുന്നത് ആരാണ്, എക്സ്പീരിയൻസ് എത്രയാണ്, അതുപോലെ തന്നെ ഇതുവരെ എത്ര വർക്ക് ചെയ്തു, CV അതൊക്കെ നോക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, വർക്ക് ഏൽപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ഫോട്ടോസും പേരും ഒക്കെ അടിപൊളിയാത്ത ആ രീതിയിൽ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ അവർ നമ്മുടെ പ്രൊഫൈൽ കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് വർക്ക് തരും. അത് നമ്മുടെ മെയിൽ ത്രൂ അവർ നമ്മളെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ വർക്ക്. അപ്പോൾ ആ വർക്കിനാണ് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇൻവൈറ്റ് ടു ജോബ് എന്ന് കിടക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവർ നമുക്ക് ഇത് തരും. ജോബിൻ്റെ ഡീറ്റെയിൽസ് ഇമെയിൽ ത്രൂ അവരെ അറിയിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ വർക്ക് ഏറ്റെടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അവർ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് പറയും. ഇത്ര ദിവസത്തിനുള്ളിൽ വർക്ക് ചെയ്ത് തരണം, ഇത്രയാണ് ഞങ്ങൾ
തീരുമാനിച്ചിരിക്കുന്ന ടൈം, അപ്പം നിങ്ങൾ ഇതിനുള്ളിൽ അങ്ങനെ എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് മെയിൽ തരും. നിങ്ങൾക്ക് ആ ഒരു ദിവസത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന വർക്കാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുക. എന്നിട്ട് സമയത്തിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു എമൗണ്ട് മണിക്കൂറിന് കിട്ടുന്നതായിരിക്കും. എന്താണ് ഡോളർ ഒക്കെ ആയതുകൊണ്ട് തന്നെ പേപ്പാൽ വഴിയായിരിക്കും എന്താണ് ക്യാഷ് ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു സൈറ്റിൽ എന്താണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടാൽ മാത്രം മതി. പൈസയോ കാര്യങ്ങളോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് സൈറ്റിൽ കയറി നോക്കണം. അതുപോലെ തന്നെ മെയിലും ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് എന്തെങ്കിലും എന്താണ് ആപ്ലിക്കേഷനോ ഇതുപോലത്തെ ഇൻവൈറ്റോ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ ബൈ, സീ യു.